കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിൽ LDFനെതിരെ മാത്യു കുഴൽനാടൻ MLA ഉയർത്തുന്നത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെന്ന് LDF നേതാക്കൾ. പദ്ധതി അനന്തമായി നീളുന്നത് MLAയുടെ പരാജയമാണെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു. മൂവാറ്റുപുഴ നഗര റോഡ് വികസനം അനന്തമായി നീളുന്നത് മാത്യു കുഴൽനാടൻ MLAയുടെ പരാജയമാണെന്ന് LDF. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ MLAയ്ക്ക് സാധിക്കാത്തതിനാലാണ് പദ്ധതിയുടെ പൂർത്തീകരണത്തിന് കാലതാമസം നേരിടുന്നതെന്നും LDF ആരോപിച്ചു. പദ്ധതിയുടെ ടെൻഡർ നടപടി കഴിഞ്ഞാൽ സർക്കാരിന്റെ ചുമതല ഏകദേശം അവസാനിച്ചതാണ്. എന്നാൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കായി മൂവാറ്റുപുഴയിൽ അതാത് വകുപ്പുകളെ ഏകോപിപ്പിക്കാൻ മാത്യു കുഴൽനാടൻ MLAയ്ക്ക് സാധിച്ചില്ലെന്ന് LDF നേതാക്കളായ മുൻ MLA ബാബു പോൾ, അനീഷ് M. മാത്യു, PM ഇസ്മായിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ഒരു പദ്ധതി അനുവദിച്ചാൽ അതിന് ഫണ്ട് അനുവദിച്ച് ഭരണാനുമതിയായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഏകദേശം ഉത്തരവാദിത്വം അവസാനിക്കുന്നു. പിന്നീട് ആ പ്രവൃത്തിയുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ട ചുമതല ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൊണ്ട് സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിപ്പിക്കേണ്ട ചുമതല വഹിക്കേണ്ടത് അതാത് നിയോജകമണ്ഡലങ്ങളിലെ MLAമാരുമാണ്. ആ കാര്യത്തിൽ പിന്നെ നമ്മുടെ ശ്രീ മാത്യു കുഴൽനാടൻ MLA കാണിച്ചിട്ടുള്ള അലംഭാവവും ആണ് ഇത്രയും കാലമായിട്ടും നമ്മുടെ നഗര റോഡ് വികസനം മുന്നോട്ട് പോകാതെ തടസ്സമായി കിടക്കുന്നതിൻ്റെ കാരണം, വളരെ മന്ദഗതിയിൽ പോകുന്നതിൻ്റെ കാര്യം അതാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ തമ്മിൽ ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഏകോപിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സ്ഥലത്തെ MLAയ്ക്കാണ്. MLA ആ ഏകോപനം നടത്താൻ പരാജയപ്പെട്ടാൽ കളക്ടറെ കൊണ്ടോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയെ കൊണ്ടോ യോഗം, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിൻ്റെ യോഗം വിളിക്കാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്ത് അതിന് നിർദ്ദേശിക്കാനുള്ള അവകാശമുണ്ട്. ഞാനൊക്കെ നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസരത്തിൽ എല്ലാ മന്ത്രിമാരുടെയും യോഗങ്ങൾ ഞങ്ങളൊക്കെ വിളിക്കാറുള്ളതാണ്. MLAമാർ എല്ലാവരും വിളിക്കാറുണ്ട്. ആ തരത്തിലൊരു കത്ത് കൊടുത്താൽ വരും. ഒരു കത്ത് പോലും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കോ അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കോ എന്തിന് ജില്ലാ വികസന സമിതിയിൽ പോലും പറഞ്ഞതിൻ്റെ ഒരു മിനിറ്റ്സിൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല. MLA ഇടപെട്ട് DPRൽ മാറ്റം വരുത്തി PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയുള്ള റോഡിന്റെ വികസനം മാത്രമായി പദ്ധതി പരിമിതപ്പെടുത്തിയതായും LDF ആരോപിച്ചു. വെള്ളൂർക്കുന്നം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള MC റോഡിൻ്റെ ഭാഗം 20 മീറ്റർ വീതിയിൽ വികസിപ്പിക്കണം. കൂടാതെ അനുബന്ധമായ 3 റോഡുകൾ, IWCA റോഡും പ്രസ് ക്ലബ്ബ് റോഡും അതുപോലെ നിങ്ങളുടെ പ്രസ് ക്ലബിൻ്റെ താഴ്ത്തോടി പ്രസ് ക്ലബ്ബ് റോഡും അതുപോലെ തന്നെ നമ്മുടെ TB റോഡും, ഈ 3 അനുബന്ധ റോഡുകൾ 15 മീറ്റർ വീതിയിൽ വികസിപ്പിക്കണം എന്നതാണ് ആ അലൈൻമെൻറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ കച്ചേരി താഴത്ത് ഈ 20 മീറ്ററിന് അധികരിച്ച് 3 ബസ് ബേക്കുള്ള സ്ഥലവും കൂടി ഏറ്റെടുക്കണം. അരമനപ്പടിയിൽ 2 വശത്തുമായി ഈ 20 മീറ്ററിന് കഴിച്ചിട്ടുള്ള പ്രദേശത്ത് ഓരോ ബസ് ബേക്ക് ഇരുഭാഗത്തും സ്ഥലം ഏറ്റെടുക്കണം. ഇതാണ് യഥാർത്ഥത്തിൽ അലൈൻമെൻറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത അലൈൻമെൻറ്റിൻ്റെ കോപ്പി അന്ന് എൻ്റെ കൈവശമുണ്ട്. ഇതാണ് ഈ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന സാധനം. ഞാൻ അന്ന് ചിലർക്കെല്ലാം കൊടുത്തിരുന്നതാണ്. അതിൻ്റെ ഉത്തരവുമാണ്. ഈ അലൈൻമെൻറ്റിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു DPR ആണ് ഇപ്പോൾ തയ്യാറാക്കി നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. അതിൽ PO ജംഗ്ഷൻ മുതൽ കച്ചേരിത്താഴം വരെയായി MC റോഡിൻ്റെ വികസനം പരിമിതപ്പെട്ടു. അനുബന്ധമായ 3 റോഡുകൾ ഒഴിവാക്കപ്പെട്ടു. കച്ചേരിത്താഴത്ത് ബസ് ബേയും
അരമനപ്പടിയിലെ ബസ് ബേയും അതും പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയുണ്ടായി. ഇത് KRFB സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു എന്നൊന്നും ഞങ്ങൾ ധരിക്കുന്നില്ല. MLAയുടെ നിർദ്ദേശപ്രകാരം ഞാനിപ്പോൾ ഒരു മെസ്സേജിൽ കണ്ടത്, ഒരു ഫയൽ തന്നെ നോക്കിയപ്പോൾ കണ്ടത്, KRFB ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളത് MLAയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് PO ജംഗ്ഷൻ വരെ മുതൽ കച്ചേരിത്താഴം വരെയായി ഈ വികസന പ്രവർത്തനം പരിമിതപ്പെടുത്തിയത്. ബസ് ബേകളും അനുബന്ധ റോഡുകളും ഒഴിവാക്കിയത് MLAയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ആ അഫിഡവിറ്റിൽ തന്നെ സൂചിപ്പിച്ചു. അഫിഡവിറ്റിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്, വാട്സാപ്പിലുണ്ട്. LDFനെതിരെ MLAയുടെ അടിസ്ഥാനരഹിത ആരോപണം സ്വന്തം കഴിവുകേട് മറയ്ക്കാനാണെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.